ഞാനിനിങ്ങേ മിന്നും നിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന്നു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പൂതാടി പഞ്ചായത്ത് 14-ാം വാർഡ്, അതായത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ മിനി പ്രകാശിൻ്റെ വാർഡിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ തൊഴിലുറപ്പുകാരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനും അവർ ചെയ്യുന്ന ജോലികൾ നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ്. സ്വതവേ എല്ലാവർക്കും നമ്മളിപ്പം മീഡിയ ഏതൊരു വീഡിയോ എന്തിത് കണ്ടാലും അതിലൊക്കെ കാണുന്നുണ്ട് തൊഴിലുറപ്പുകാർ വെറുതെ ഇരുന്ന് പൈസ വാങ്ങാൻ വരുന്നവരാണ്. പക്ഷേ അതല്ല എന്നുള്ളത് അറിയണമെങ്കിൽ ഇനി നമ്മൾ ഇവരുമായിട്ട് ഇവരുടെ പണിയെല്ലാം കണ്ടു ബോധിച്ച് എല്ലാവരും അത് എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇവരുമായിട്ട് കുറച്ച് നേരം പോകാം. പഠിക്കണം. സ്കൂളിൽ ഒപ്പിടുക. വേം ചെല്ലു കുട്ടികളെ, വേം ചെന്ന് ഒപ്പിട്. മേറ്റുകൾ ശരിക്കും പണിയെടുക്കണോ? ആ, ഹെൽപ്പ് ചെയ്യണം. ഞാൻ സത്യത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ സത്യത്തിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ADS മേറ്റുകൾ വന്നിട്ട് അവർ സാരി ചുരിദാർ ഇതൊന്നും മാറ്റാതെ അവിടെ ബുക്കും ഒക്കെ പിടിച്ച് ഇവരുടെ പണി നോക്കി നിൽക്കുമെന്നാണ്. പക്ഷേ അതിനെതിരാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇല്ല. ആ, അതെ. അപ്പോൾ അപ്പം ശരിക്കും നമ്മൾ കേൾക്കുന്നതല്ലല്ലേ കാണുന്നത്? അല്ല. 12/8 കുളവാണ് കേട്ടോ ഇവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പണി തീരുമ്പോൾ ഇതിൻ്റെ അടിഭാഗം എത്ര വരണം? 2 മീറ്റർ വീതി 6 മീറ്റർ നീളവും അത്ര ആവണം പണി തീരുമ്പോൾ. ഇതിപ്പം മേലേന്ന് ഇങ്ങനെ വൈഡായിട്ട് വന്നിട്ട് താഴേക്ക് ഇതൊക്കെ താഴ്ച 3 മീറ്റർ താഴ്ച. ഇത് കണ്ടില്ലേ? ഇത് ഈ ചെളി ഇവിടെയൊക്കെ കുരവയാട്ടോ, നല്ല കുരവയാണ്. ഇവിടെ അവരൊക്കെ കണ്ടോ താന്ന് നിൽക്കുന്നുണ്ട്. ആ ചേച്ചി ഇവിടെ വന്നപ്പോഴത്തേനും ആ ചേച്ചീന് കുറേ അങ്ങ് താന്നു പോയി. ഇനി ഈ ചെളി മുഴുവൻ ഇവർ കോരണം. ഇത് കണ്ടോ? ചെളി മുഴുവൻ കോരി ശരിക്കും ഒരു ആണുങ്ങൾ നിന്ന് ചെയ്യുന്ന പണികളാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാണെന്നറിയാവോ? അവനവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ അവർക്ക് അത് സമ്പാദിച്ച് വെച്ചിട്ടുള്ള ഇതൊന്നുമല്ല. അവനവൻ്റെ വീട് ജീവിക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെടുമ്പം അതിന് അപവാദമായിട്ട് ഇങ്ങനെ ഓരോതും ഈ വീഡിയോയിൽ കൂടെയൊക്കെയാണ് കൂടുതലും ഇത് കാണുന്നത്. അതായത് നമ്മുടെ ഓരോ ചാനലും സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളിലൂടെ കുടുംബശ്രീക്കാരെയും അതുപോലെ തൊഴിലുറപ്പുകാരെയും ഹരിതകർമ്മസേനേനെയൊക്കെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അത് ഇന്ന ചാനലെന്നൊന്നും നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ പുറകെ ഒരു ഇതിന് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ അധ്വാനിക്കുന്ന സഹോദരിമാരെയാണ്. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന ആരാണ് വെറുതെ ഇരിക്കുന്നവർ? ഇവർ മാറി മാറി കുളത്തിൽ ഇറങ്ങും കേട്ടോ. കുറേ പേര് ബക്കറ്റിൽ വെള്ളം അങ്ങോട്ട് കൊണ്ടൊഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സെക്ഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അവർ ചെളി കോരും. ഈ വെള്ളം കോരി മാറ്റിയാലേ ഇനി ഇവർക്കിത് താഴ്ത്താൻ പറ്റുള്ളൂ. ഇതിലൊരാണുങ്ങളുടെ സഹായവും ഉണ്ടായിട്ടില്ല. ഈ സ്ത്രീകൾ മാത്രമാണ് ഇതൊക്കെ ഇതാക്കിയേക്കണം. ഈ സ്ഥലത്തിൻ്റെ ഓണർ വന്നിട്ട് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. അവർക്ക് ഇറങ്ങാനൊരു ഏണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്നല്ലാതെ ഇതിൽ ഒരു ആണുങ്ങളുടെ സഹായം ഉണ്ടായിട്ടില്ല. നമ്മുടെ സഹോദരിമാരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്.
ഇതിൽ 40 വയസ്സ് തൊട്ടിട്ട് 70 വയസ്സ് വരെയുള്ളവരാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ അമ്മമാരുടെ പ്രായം, സഹോദരിമാരുടെ അതിലൊക്കെ ഉള്ളവരാണിപ്പം. അവരാരേലും ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ടോ നോക്കിയേ. 70 വയസ്സായുള്ള ചേച്ചിയൊക്കെ എത്ര ആക്റ്റീവായിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലേ. ശരിക്കും പ്രായത്തിൻ്റെ പരിഗണനയൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരിക്കാം. പക്ഷേ അവർ ഇരിക്കാത്തത് എന്താണെന്നറിയാവോ? നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ടല്ലോ. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ വന്നത് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വീടിന് വേണ്ടിയിട്ടും ഒക്കെ ലോണായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ കുറഞ്ഞ പലിശയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കുടുംബശ്രീനെ കുറ്റം പറയുന്നവർ പറഞ്ഞോട്ടെ, അതിൻ്റെ നല്ല വശങ്ങളും ഉള്ളൂ, ചീത്ത വശങ്ങൾ അറിയത്തില്ല എനിക്ക്. നല്ല വശങ്ങൾ നമ്മൾ ഒരുപാട് അതിൽ നിന്നുകൊണ്ട് തന്നെ ഞാനും അത് അനുഭവിച്ചറിയുന്ന ആളാണ്. അപ്പം ഈ ലോണായിട്ടും ഒക്കെ കുറഞ്ഞ പലിശയിൽ, ഒരു ബാങ്കുകാർ പോലും നമുക്ക് അത്ര കുറവ് പലിശയിൽ തരില്ല. അതുപോലെ എന്താവശ്യം വന്നാലും ഓടി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മടിയുമില്ലാതെ പൈസ എടുത്തു തരുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ. അപ്പം ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നിച്ചൊരു പണിയുടെ പൈസ അങ്ങ് ബാങ്കിലേക്ക് വരുവാണ്. അതൊരു വ്യക്തിയുടെ കയ്യിൽ ആരും കൊടുക്കുന്നതല്ല. ബാങ്കിൽ പൈസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് അവർക്ക് കുടുംബശ്രീയിൽ ലോൺ ഉണ്ടെങ്കിൽ അടയ്ക്കാം. അതുപോലെ ഇവരൊക്കെ സ്വന്തം, എത്ര പ്രായമുള്ളവരും കണ്ടില്ലേ, 70 വയസ്സായ അമ്മയൊക്കെ സ്വന്തം കാലയിലാണ് നിൽക്കുന്നത്. ആര് ചെന്ന് എപ്പോൾ നോക്കിയാലും അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകും, ആരോടും ചോദിക്കാതെ. എന്നാൽ ഇവരൊന്നും മക്കൾ നോക്കാത്തവരൊന്നുമല്ല, മക്കളൊക്കെ നോക്കുന്നവരായിരിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു എന്താ പറയുക, ഒരു പരിധി ഉണ്ടല്ലോ ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ പറയുന്നതും നോക്കുന്നതും. പിന്നെ അസുഖമുള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷേ എത്ര സന്തോഷത്തോടെയാണ് അവരുടെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു പോകുന്നത്. എത്ര സന്തോഷത്താണ് എല്ലാവരും കൂടെ കൂടി നിന്ന്. ചാക്ക് വിരിച്ചിട്ട് അതിൽ ചെളി നിറച്ചിട്ട് ഒരു ചെയിനായിട്ടാണ് ഇവർ നിൽക്കുന്നത്. രണ്ടാളത് ഇട്ട് കൊടുക്കും, പിന്നെ രണ്ടാൾക്ക് നേരെ മേലേക്ക് എറിഞ്ഞു കൊടുക്കും. അവരതെടുത്ത് അതിൻ്റെ മേലെ സ്റ്റെപ്പായിട്ട് അതിന് മേലേക്ക് എറിഞ്ഞു കൊടുക്കും. അവരതവിടെ കളയും. കണ്ടില്ലേ? അങ്ങനെ അടുത്ത ഇതേമാതിരി 2-3 സെക്ഷനായിട്ടാണ് ഇവർ നിൽക്കുന്നത്. പെട്ടെന്ന് പണി നടക്കുന്നുണ്ട് അവിടെ. തമാശയ്ക്കായാലും ഈ സഹോദരിമാരെ ഓരോ തരത്തിലും ചിത്രീകരിക്കുന്നവർ ഒന്നും ശ്രദ്ധിക്കുക. ഇവരങ്ങനെ വെറുതെ ഇരുന്ന് പൈസ വാങ്ങുന്നവരല്ല. നന്നായി അധ്വാനിച്ചിട്ട് മാത്രമാണ് അവർ പൈസ വാങ്ങുന്നത്. അവർക്ക് ഓരോ അളവും കാര്യങ്ങളും ഒക്കെ ഇത് ഏൽപ്പിക്കുന്നവർ കൊടുത്തിട്ടുണ്ട്. അതിലൊരിത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂലി വരെ കട്ട് ചെയ്യുന്ന സ്ഥിതിയാണ്. വന്ന് ശരിക്കും എല്ലാം അളന്ന് നോക്കി, അതേത് പണിയായാലും, ഇനിയിപ്പോൾ പറമ്പിലെ പണിയായാലും, കുളത്തിൻ്റെ പണിയായാലും, പാടത്തിൻ്റെ പണിയായാലും, കനാലിൻ്റെ പണിയായാലും, ഓരോ നാട്ടിൽ ഓരോ തരം പണികളല്ലേ. എന്തിൻ്റെ ആയാലും അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് അവർ തൊഴിലാളികളെ ഏൽപ്പിക്കുന്നത്. അവിടെ അവരൊരു തൊഴിലാളികളെയും വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അവരാ പറഞ്ഞ സമയത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ ശരിക്കും പണിയെടുക്കണം. അതുകൊണ്ട് തൊഴിലുറപ്പുകാർ, ഇപ്പം നമ്മളൊക്കെ കേട്ടായിരുന്നല്ലോ, തൊഴിലുറപ്പുകാർ പോയി അവിടെ പണിക്കിരുന്നിട്ട് കോമഡിയാണ്. എന്നാലും അവരെ ഇഞ്ചക്ഷൻ വെക്കാൻ സൂചി വരെ ഒടിഞ്ഞു പോയെന്നൊക്കെയുള്ള കോമഡികൾ നമ്മൾ കേൾക്കും. പക്ഷേ രസത്തിന് വേണ്ടി പറയുന്ന കോമഡി ആയാലും അതൊക്കെ ഓരോരുത്തരുടെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വേറുള്ള തലത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ അവരുദ്ദേശിച്ച രീതിയിൽ ആ പണി തീരുള്ളൂ, അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടുള്ളൂ. അതാ കുറ്റി നിന്ന സ്ഥലം അല്ലേ? നോക്കിയേ, ഇത്രയും വലിയൊരു കുറ്റി ഇവിടുന്ന് നമ്മുടെ സഹോദരിമാർ പിഴുതെടുത്ത് കേട്ടോ. കാണുന്നുണ്ടോ? അതെ, 8 കവുങ്ങ് പറിച്ചിട്ടാണ് കുളം ഉണ്ടാക്കിയത്. അതും ഒക്കെ ഇതിൽ പെടുന്നുണ്ട് കേട്ടോ. എനിക്ക് കയറാൻ സമയമായി. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ADS മേറ്റ് കണ്ടില്ലേ, വെള്ളം കോരി എല്ലാവർക്കും. അവരെ കൊണ്ട് വെള്ളം പോലും കൈ കഴുകാൻ കോരിക്കുന്നില്ല കേട്ടോ. അത്ര ശ്രദ്ധയോടെയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് ഒക്കെ ചെളിയിൽ ഇതായിട്ട് വന്നേക്കണേ അല്ലേ. അപ്പോൾ പിന്നെ കയ്യും കാലും കഴുകാനൊക്കെ വെള്ളം കോരി കൊടുക്കുക. അമ്മ വീടല്ലേ, സ്കൂളിലൊക്കെ കൊണ്ടുവച്ച് ചോറ് തിന്നുന്ന ഓർമ്മ വരുന്നു.
കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. രാഗേന്ദ്ര കിരണങ്ങൾ ഒളി വീശിയില്ല, രജനീതഗന്ധങ്ങൾ മിഴിചിന്നിയില്ല, മധുരോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി മനവും പകലും മരുഭൂമിയായി. പഴങ്കഥ പറയും പാട്ടൊന്ന് പാടടി പുള്ളിക്കുയിലേ, അന്തിക്കൂടം കമത്തി ഞാൻ നീളം കള്ളു കുടിക്കുമ്പോ പഴമഴ പറയടി പുള്ളിക്കുയിലേ, പുള്ളിക്കുയിലേ. പുഞ്ചക്കിനി വെള്ളം തേടണം കള്ളിക്ക്. ഈ പാട്ടും ഇതൊക്കെ ഇവർ ഭക്ഷണം കഴിക്കാൻ ഒരു എന്താ പറയുക ഒരു സന്തോഷം കേട്ടോ. ഇവർക്ക് 10 മണിക്ക് അരമണിക്കൂറും ഉച്ചയ്ക്ക് 1 മണിക്കൂറും വിശ്രമ വേളയുണ്ട് അല്ലേ? അത് ഫുൾ ടൈം എടുക്കാറില്ലല്ലോ ഈ കുളത്തിൻ്റെ പണിക്ക്? കുളത്തിന്റെ പണിക്ക് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുളത്തിന്റെ പണി തീരൂല. അപ്പൊ അവര് പറയുന്ന തൊഴിൽ ദിനത്തിന് നമ്മള് അതായത് അവര് പറയുന്നതാണ് എസ്റ്റിമേറ്റ് പ്രകാരമാണല്ലോ പറയാ. അപ്പൊ തൊഴിൽ ദിനം തീർന്നില്ല, പണി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂലി കുറയും. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇവർ കഞ്ഞിയൊക്കെ കുടിച്ചിരിക്കട്ടെ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവരുടെയൊക്കെ പണികൾ കണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് തൊഴിലുറപ്പ് സ്ഥലത്ത് ആരും ഇരിക്കുന്നില്ല. ഇതുപോലെയൊക്കെ 5-10 മിനിറ്റ് അവരുടെ ഭക്ഷണം വിശ്രമ സമയത്ത് മാത്രമേ ഉള്ളൂ. ആ വിശ്രമത്തിൻ്റെ സമയം പോലും അവരെടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അതിപ്പോൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ടാകാൻ വേണ്ടിയല്ല, സർക്കാർ തലത്തിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ. പക്ഷേ അവരവരുടെ ജോലിയോട് ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് ഇത് ഇത്ര ഈ പറഞ്ഞ സമയം കൊണ്ട് തീർക്കേണ്ടത് കൊണ്ട് അവരത് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും. കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ സഹോദരിമാരുടെയൊക്കെ കൂടെ വേണം. ബൈ.